നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഷാഫ്റ്റ് കപ്ലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഷാഫ്റ്റ് കപ്ലിങ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഷാഫ്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്, മെക്കാനിക്കൽ എലമെന്റ് ആണ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എലമെന്റ് യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് ഓർ സെമി പെർമനന്റ് കണക്ഷൻ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ഓർ മോഷൻ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ നിന്ന്, അപ്പൊ ഒരു ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മോട്ടോർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മോട്ടോർ ഇരിപ്പുണ്ട്. ആ മോട്ടറിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന പവർ അപ്പൊ ഇവിടെയുള്ള ഒരു ഷാഫ്റ്റിലേക്ക്, അപ്പൊ തൊട്ടടുത്തുള്ള ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഒരു കപ്ലിംഗ് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് ഷാഫ്റ്റ് കപ്ലിംഗ്. അപ്പം ഈ ലെക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് കപ്ലിംഗ്, കപ്ലിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ആ പറയുന്ന ഓരോ ടൈപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത്രയും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങുന്നത് കപ്ലിങ്സിന്റെ ടൈപ്പുകളാണ്. അപ്പം ആദ്യം കപ്ലിങ്സ് എന്താണെന്ന് പറഞ്ഞു. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എലമെന്റ് ആണ്. അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെർമനന്റ് ഓർ സെമി പെർമനന്റ് കണക്ഷന് വേണ്ടിയിട്ടാണ്. രണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, പവർ അല്ലെങ്കിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ കപ്ലിങ്ങിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്, ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് ആർ കൊളീനിയർ. രണ്ടാമത്തത് എങ്ങനെ കപ്ലിംഗ് ഉപയോഗിച്ച് രണ്ട് ഷാഫ്റ്റുകളുടെ ആക്സിസ് കൊളീനിയർ ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ ഇന്റർസെക്റ്റിംഗ്. മൂന്നാമത്തെ കേസ് ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ പാരലൽ. Axis of the shafts are parallel and distance between them are relatively small. അപ്പം 3 കേസുകളാണ് നമ്മൾ പറയുന്നത്. അപ്പം ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ കൊളീനിയർ എന്ന് പറയുമ്പോൾ എന്താ, ഇതൊരു ഷാഫ്റ്റ് ആണ്, ഇതിന്റെ ആക്സിസ് കൊളീനിയർ ആണ്. ഇനി രണ്ടാമത്തെ ഇന്റർസെക്റ്റിംഗ് ആണ്. അപ്പൊ ഒരു ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണെങ്കിൽ അടുത്ത ഒരു ഷാഫ്റ്റിന്റെ ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെ വരാം. അപ്പം ഇവന്റെ ആക്സിസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റിൽ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റ് ഇങ്ങനെയാണ്, അടുത്ത ഷാഫ്റ്റ് ഇങ്ങനെയാണ്, പാരലാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കപ്ലിങ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന കപ്ലിങ്സ് ഏതൊക്കെ ടൈപ്പ് കപ്ലിങ്സ് ആണെന്നാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇപ്പൊ നോക്കൂ, എങ്ങനെയാണ് ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ആനിമേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ ഇതിൽ കാണുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടൈപ്സ് ഓഫ് കപ്ലിംഗ് ആണ്. അപ്പം ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് കപ്ലിംഗ് വരുമ്പോൾ ആദ്യം വരുന്നത് റിജിഡ്. മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് റിജിഡ് കപ്ലിംഗ്, രണ്ടാമത്തത് സ്ലീവ് കപ്ലിംഗ്. ആ റിജിഡ് കപ്ലിംഗിൽ തന്നെ വരുന്നതാണ് സ്ലീവ് ഓർ മഫ് കപ്ലിംഗും, രണ്ടാമത്തത് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗും, മൂന്നാമത്തത് ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം വരുന്നത് റിജിഡ് കപ്ലിംഗിനകത്ത്. മെയിൻ ആയിട്ട് നമ്മൾ കപ്ലിംഗിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒന്ന് റിജിഡ് കപ്ലിംഗ് എന്നും രണ്ടാമത്തത് ഫ്ലെക്സിബിൾ എന്നുമാണ്. അപ്പം അതിലേക്ക് വരാം. ആദ്യം റിജിഡ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനെ തന്നെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ആണ്, രണ്ടാമത്തത് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ആണ്, മൂന്നാമത്തത് ഫ്ലാഞ്ച് കപ്ലിംഗ് ആണ്. അപ്പൊ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗിന് വേറൊരു പേര് പറയും, അത് കംപ്രഷൻ കപ്ലിംഗ് എന്നാണ്. സ്പ്ലിറ്റ് മഫ് ഓർ ഇവിടെ പേര് നമുക്ക് പറയാൻ പറ്റും സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിംഗ് എന്നാണ്. സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിംഗ്.
അപ്പം ഇത് ഓരോന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. ഇത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. പിന്നെ അതിന് ശേഷം മൂന്നാമത്തെ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാഞ്ച് കപ്ലിങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ആകെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ തന്നിട്ട് 4 ഓപ്ഷനിൽ റിജിഡ് കപ്ലിംഗ് അല്ലാത്തത് ഏത്, അല്ലെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻ തന്നിട്ട് റിജിഡ് കപ്ലിംഗ് ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും കപ്ലിംഗിൽ നിന്ന് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു മെയിൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം എങ്ങനെയാണ്, എന്താണ് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ആ ഓപ്ഷനിൽ നിന്ന് റിജിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കപ്ലിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന ടൈപ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. റിജിഡ് കപ്ലിങ്സിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യം പറഞ്ഞു റിജിഡ് കപ്ലിങ്ങും അടുത്തത് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. നമുക്ക് നോക്കാം ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഏതൊക്കെയാണെന്ന്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് നോക്കിയേ. ഫ്ലെക്സിബിൾ കപ്ലിങ്ങിനകത്ത് 3 ടൈപ്പുകളാണ് വരുന്നത്. ഒന്ന് ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, രണ്ടാമത്തത് യൂണിവേഴ്സൽ കപ്ലിംഗ്, മൂന്നാമത്തത് ഓൾഡ്ഹാംസ് കപ്ലിംഗ്. ഓരോ പോർഷൻ ആയിട്ട് നോക്കാം. ആദ്യം റിജിഡ് കപ്ലിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാം. റിജിഡ് കപ്ലിംഗ് എന്താണ്? അപ്പം റിജിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ്സ് വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ്സ് വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്. അപ്പം റിജിഡ് കപ്ലിംഗ് പേരിൽ തന്നെയുണ്ട് റിജിഡ്. ഏതോ ഒരു റിജിഡ് ആയിട്ടുള്ള 2 ഷാഫ്റ്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പെർഫെക്റ്റ്ലി അലൈൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? 3 വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പഠിച്ചിരുന്നത്? ഒന്ന്, ഷാഫ്റ്റ് എന്തിനാണ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു when the shafts of the axis of the shafts are, ആദ്യത്തെ നമ്മൾ പറഞ്ഞു കൊളീനിയർ എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചു. ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ കൊളീനിയർ. രണ്ടാമത്തെ പറഞ്ഞു the axis of the shafts are intersecting. മൂന്നാമത്തത് ആക്സിസ് പാരലാണ്, 2 ഷാഫ്റ്റുകൾ പാരലാണ്, പക്ഷേ സം ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള എന്തുണ്ട്, ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. പാരലാണെങ്കിലും വലിയ രീതിയിലുള്ള ഡിസ്റ്റൻസ് അല്ല, ഒരു ചെറിയ 2 ഷാഫ്റ്റുകൾ തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? കപ്ലിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ റിജിഡ് കപ്ലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള 2 ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്. പേരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഷാഫ്റ്റ് ഇതാണ്, അടുത്ത ഒരു ഷാഫ്റ്റ് ഇതാണ്. ഈ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഒരു സ്ലീവ് ഉപയോഗിക്കുന്നു. സ്ലീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോളോ സിലിണ്ടർ ആണ്. ഒരു ഹോളോ സിലിണ്ടർ ആണ്. ഈ ഹോളോ സിലിണ്ടർ ഇതിന്റെ ഇടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? ഒരു കീ ഉപയോഗിക്കും. നമ്മൾ അതിനെ പറയുന്ന കീ നമ്മൾ പിന്നീട് പഠിക്കും. എന്താണ് കീ എന്നുള്ള വിശദമായിട്ട് പഠിക്കും. അപ്പൊ ഒരു കീ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതായത് ഒരു ഷാഫ്റ്റിനെയും ഒരു കപ്ലിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അപ്പൊ ഓപ്ഷൻ കാണും സെറ്റ് സ്ക്രൂ, സ്ക്രൂസ്, നട്ട് ആൻഡ് ബോൾട്ട്, അതുപോലെ കീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് പറയാൻ പറ്റും കീ ആണ് അതിന്റെ ആൻസർ. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റും കപ്ലിങ്ങും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? നമ്മൾ പറയും കീ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആനിമേഷൻ നമുക്ക് കാണാം, എങ്ങനെയാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആനിമേഷൻ നമുക്ക് കാണാം. അതിലേക്ക് വരികയാണ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ആണ്. അപ്പം അതിനകത്ത് സിംപിളസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിങ്സ് എന്നാണ് പറഞ്ഞത്. അതൊക്കെ അതിന്റെ ജസ്റ്റ് നോട്ടുകൾ മാത്രമാണ്. നമുക്ക് വേണ്ടുന്നത് എങ്ങനെയാണ് ഈ സാധനത്തിനകത്ത് ഡിസൈൻ വരുന്നത്. അപ്പൊ 2-3 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വരുന്ന റിജിഡ് കപ്ലിങ്സിനകത്ത് ആദ്യത്തെ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ആണ്. ആ സ്ലീവ് ഓർ മഫ് കപ്ലിങ്ങിനകത്ത് വരുന്നതാണ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഒരു ഡ്രിവൺ ഷാഫ്റ്റ്. അപ്പൊ ഡ്രൈവറും ഡ്രിവണും എന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മോട്ടറാണ് ഇരിക്കുന്നത്. ആ മോട്ടറിന്റെ ഷാഫ്റ്റ് ഉണ്ട്. അപ്പൊ മോട്ടർ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട്, അപ്പൊ ഇവിടെ ഇലക്ട്രിക് കണക്ഷൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈവറാണ്. ഇതിലേക്ക് നമ്മൾ വേറൊരു ഷാഫ്റ്റ് ആണ് കൊണ്ട് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കറങ്ങുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? നമ്മൾ ഡ്രിവൺ എന്ന് പറയും. അപ്പം ആരാണോ ഇവിടെ കറങ്ങുന്നത് അത് ഡ്രൈവറും, ആരെ ബേസ് ചെയ്തിട്ടാണോ കറങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടോടുകൂടി കറങ്ങുന്നെങ്കിൽ അത് ഡ്രിവണുമാണ്. അപ്പം ഇവിടെ ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്കാണ് ആദ്യം പവർ വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പവർ ഏതിലേക്ക് കൊടുക്കണം? ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് കൊടുക്കണം. അപ്പം ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇത് നോക്കൂ, ഒരു കീ. ഇതാണ് കീ എന്ന് പറയുന്നത്.
കീ എന്ന് പറയുന്നത് ഇതാണ്. ആ കീ കിടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കീ ഇതിനകത്ത് വെച്ചിട്ട് ഈ സ്ലീവിനെ ഈ കപ്ലിംഗ് തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ സ്ലീവ് ഓർ മഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളോ സിലിണ്ടർ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് 2 ഡയമെൻഷനും കൂടി പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡയമെൻഷനും കൂടി പഠിക്കാനുണ്ട്. അത് ഞാൻ പറയാം, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ഇതിന്റെ അസംബ്ലി നോക്കിക്കോ. അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഒരു റിജിഡ് കപ്ലിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഷാഫ്റ്റ് കപ്ലിംഗ് എന്നുള്ളത്. നോക്കൂ, ഇവിടേക്കാണ് നമുക്ക് വരേണ്ടുന്നത്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. കപ്ലിങ്സിനകത്ത് മൊത്തം ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആ ഒരു 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. ആ 10 ക്വസ്റ്റ്യൻസിനകത്ത് ഏറ്റവും വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കപ്ലിങ്സ് എന്താണെന്ന് പറഞ്ഞു. കപ്ലിങ്ങിനെയും അതായത് ഷാഫ്റ്റിനെ കപ്ലിംഗ് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. കീ ആണ് ഉപയോഗിക്കുന്നത്. അതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് മൂന്നാമത് പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കപ്ലിങ്സിനെ കണക്ട് ചെയ്യാൻ എവിടൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ എന്താണ് കൊളീനിയർ ആണ്, ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ ഇന്റർസെക്ടിങ് ഉണ്ട്, ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ പാരലൽ ആണ്, ബട്ട് സം ഡിസ്റ്റൻസ്, ചെറിയ ഡിസ്റ്റൻസിലാണ് അവർ തമ്മിലുള്ളത്. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ അതിനെ കപ്ലിങ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ 2 മെയിൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഏതൊക്കെയാണ്? റിജിഡ് കപ്ലിങ്സും ഫ്ലെക്സിബിൾ കപ്ലിംഗും. ആ റിജിഡ് കപ്ലിങ്സിലെ ആദ്യത്തെയാണ് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ, ഇനി നേരത്തെ ആനിമേഷൻ കാണിച്ചതുപോലെ ഇത് സ്ലീവാണ്, ഇത് ഡ്രൈവറാണ്, ഇത് ഡ്രിവൺ ആണ്, ഡ്രൈവർ ഷാഫ്റ്റ് ആണ്, ഇത് ഡ്രിവൺ ഷാഫ്റ്റ് ആണ്. ബൈ യൂസിങ് എ കീ ഉപയോഗിച്ചിട്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഈ കണക്ട് ചെയ്തിരിക്കുമ്പോൾ എന്താണ്ട് അതിന്റെ ഇവിടെ ഒരു പട ലൈൻ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഇതാണ് ഡ്രൈവർ ഷാഫ്റ്റ്. അപ്പൊ ഡ്രൈവർ ഷാഫ്റ്റിനും ഡ്രിവൺ ഷാഫ്റ്റിനും ഒരേ ഡയമീറ്റർ ആണ്. അപ്പം അതിന്റെ ഡയമീറ്റർ ഡി ആണെന്നിരിക്കട്ടെ. അപ്പം ഷാഫ്റ്റ് ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയേണ്ടുന്നത് ഈ സ്ലീവ് ഉണ്ടല്ലോ. അപ്പം ഈ സ്ലീവിന് ഒരു ഡയമീറ്റർ ഉണ്ട്. അത് എതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ഷാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു കപ്ലിങ്സിനകത്ത് അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ സ്ലീവ്, അതായത് സ്ലീവ് ഓർ മഫ് കപ്ലിങ്ങിനകത്ത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ സ്ലീവ് ഡി ഈസ് ഈക്വൽ ടു 2D plus 13 mm ആണ്. 2D plus 13 mm ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2D plus 13 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ എക്സാമ്പിൾ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 50 mm ആണെന്നിരിക്കട്ടെ. ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 50 mm ആണെന്നുണ്ടെങ്കിൽ 2 × 50 പ്ലസ് 13 mm. അപ്പൊ നമുക്ക് എഴുതാം 100 113 mm. 113 mm ആണ് ഇത് സ്ലീവിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ. അപ്പൊ ഇൻസൈഡ് ഡയമീറ്റർ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ തന്നെയാണ്. അപ്പം ഒരു ചെറിയ അലവൻസ് അതിനകത്ത് ഉണ്ടാവും. അത് വേണ്ട, നമുക്ക് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടുന്നത് ഈ സ്ലീവിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ലീവിന് ഒരു ലെങ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് എന്തിനെ ബേസ് ചെയ്താ? അതും ഏതിനെയാ? നമ്മുടെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ. അതെന്ന് പറയുന്നത് ലെങ്ത് L = 3.5 × D ആണ്. 3.5 × D ആണ്. അതായത് ഈ ഡയമീറ്ററിന്റെ 3.5 ടൈംസ് ആണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത പഠിക്കുന്നത് റിജിഡ് കപ്ലിങ്സിലെ രണ്ടാമത്തെ ടൈപ്പായ സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിങ്ങിനെ പറ്റിയിട്ടാണ്. സ്പ്ലിറ്റ് മഫ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കും, പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ മീൻസ് ഓഫ് എ കീ ആൻഡ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മഫ് ആൻഡ് ഷാഫ്റ്റ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ബൈ മീൻസ് ഓഫ് എ കീ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷാഫ്റ്റ് അല്ലെ കപ്ലിങ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഷാഫ്റ്റിൽ നിന്ന് 2 ഷാഫ്റ്റുകൾക്കിടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്ന കീ ആണ്, ബൈ മീൻസ് ഓഫ് എ കീ ആണ് അവിടെ എന്തായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്പ്ലിറ്റ് മഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ലീവിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് 2 പോർഷൻ ആക്കി കഴിഞ്ഞാൽ ആ 2 പോർഷനെ എന്തുപയോഗിച്ചു? നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് മഫ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ആനിമേഷനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, എങ്ങനെയാണ് ഒരു സ്പ്ലിറ്റ് മഫ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിങ്ങിനെ അസംബിൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം.
ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ലീവിനെ ഇവിടെ രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, അവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്ത് ഉപയോഗിച്ചിട്ടാ, ബൈ മീൻസ് ഓഫ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തിരിക്കുക, കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്രഷൻ കപ്ലിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് മഫ് എന്ന് പറയുന്നത്, സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ നേരത്തെ കൂട്ട് തന്നെ ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഒരു ഡ്രിവൺ ഷാഫ്റ്റ്, പിന്നെന്താ കീ, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ലീവിനെ രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ഉപയോഗിച്ചിട്ട്, ബോൾട്ട് ഉപയോഗിച്ചിട്ട്, നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഏത് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്സിനകത്തുള്ള അതിനകത്തുനിന്ന് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല. അതേസമയം നമുക്ക് എന്താ ഉള്ളൂ, റിജിഡ് കപ്ലിംഗ്സിന്റെ ടൈപ്സിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ സ്പ്ലിറ്റ് മഫിൽ നിന്നുള്ളത്. അപ്പം കൂടുതലായി പഠിക്കാൻ എനിക്ക് ചോദിക്കും, നമുക്കൊരു തേർഡ് ഗ്രേഡ് ഓവർസിയറുള്ള എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡിന് അതിൽ അത്രേ ചോദിക്കാനുള്ളൂ. അല്ലാതുള്ള എക്സാമുകൾക്ക് ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ എത്ര ബോൾട്ടുകൾ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് 2 ബോൾട്ടുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ബോൾട്ടുകൾ, അല്ലെങ്കിൽ 6 ബോൾട്ടുകൾ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ സ്ലീവിന്റെ ലെങ്തിനെ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇതിനെല്ലാം വരുന്നത്, നമ്മുടെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ. അപ്പൊ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെങ്ത് ഇൻക്രീസ് ആവും. അപ്പൊ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഏതാ ഡയമീറ്റർ, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 50 mm ആണെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ, 3.5 into d ആണ്. 3.5 d ആണ്. അപ്പൊ എത്ര വരും, 50 വെച്ചിട്ട് നോക്കുന്ന സമയത്ത് 150, 175 വരും. 175 വരും. അപ്പൊ 175 ആണ് ഇവിടെ വരിക. അപ്പം ഇവിടുന്ന് മാറി, ഇപ്പൊ ഇത് മാറിയിട്ട് ഒരു 100 ആവുകയാണെന്നിരിക്കട്ടെ. 100 ആവുമ്പോൾ അത് 350 ആയിട്ട് വരും, ഇതിന്റെ ഇരട്ടി ആയിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 4 ബോൾട്ട് മതിയാവാതെ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യും, ചിലപ്പോൾ 6 ബോൾട്ടിലേക്ക് പോകും. അപ്പം അത് ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല, സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങിന് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബൈ മീൻസ് ഓഫ് എങ്ങനെയാണ് കപ്ലിങ്ങിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ബോൾട്ട് ഉപയോഗിച്ച്, നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവിടെ 2 to 6 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നു ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്തുള്ളൂ. ഈ പറയുന്ന സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങില് എന്താണ് നമുക്ക് ഡയമെൻഷൻ പഠിക്കാൻ അത് തന്നെയാണ്. നമ്മളെ സ്ലീവ് കപ്ലിങ്ങിൽ എന്താണോ പഠിച്ചത്, സ്ലീവ് കപ്ലിങ്സിനകത്ത് എന്തൊക്കെയാണോ പഠിച്ചത് അത് തന്നെ, അതേ ഡയമെൻഷൻ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. സ്ലീവ് ഓർ മഫ് കപ്ലിങ്ങിനകത്ത് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി സ്ലീവ് എത്രയായിരുന്നു, 2d + 13 ആയിരുന്നു. ലെങ്ത് 3.5d, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് ഉപയോഗിക്കുന്നു, ബോൾട്ടുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനെ ബോൾട്ടുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളെ അതിനകത്ത് പഠിക്കാവുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കപ്ലിങ്ങിലേക്ക് പോവാം. അപ്പം നെക്സ്റ്റ് റിജിഡ് കപ്ലിങ്സിലെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഫ്ലാഞ്ച് കപ്ലിങ്സിനകത്ത് ഏതൊക്കെ ടൈപ്പുകൾ കപ്ലിങ്സാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിംഗ്, രണ്ടാമത്തത് പ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിംഗ്, മൂന്നാമത്തത് മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ്. അപ്പം പേര് കേട്ടിട്ട് നിങ്ങൾ ഇത് വളരെ ടഫാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കരുതണ്ട. ഇതിനകത്ത് നമുക്ക് വളരെ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ആ പഠിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഇന്നൊരു ഡിസൈൻ, നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ഡിസൈൻ ക്രൈറ്റീരിയ, നമ്മൾ നേരത്തെ സ്ലീവിന്റെ കേസ് പറഞ്ഞപ്പോൾ സ്ലീവിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിൽ ലെങ്തും പഠിച്ചതുപോലെ തന്നെ ഇതിന്റെ ഫ്ലാഞ്ചിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും ഫ്ലാഞ്ചിന്റെ തിക്നെസ്സും ഈ ഹബിന്റെ ഡയമീറ്ററും കുറച്ച് പഠിക്കാനുണ്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എത്ര ബോൾട്ടുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, അത് ഇതിനെ ബേസ് ചെയ്ത് ഷാഫ്റ്റിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അത് എത്ര എണ്ണം ഉപയോഗിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ആനിമേഷൻ കൂടിയാണ്, ആനിമേഷനിലൂടെയാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് ആദ്യത്തത് അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇതാണ് അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അൺപ്രൊട്ടക്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന ബോൾട്ടുകളെല്ലാം എന്ത് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. നട്ട് ബോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ പ്രൊജക്ഷനിൽ എന്തില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയില്ല. ആ പുറത്തേക്ക് പ്രൊജക്ഷൻ ഉണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരു ഡ്രൈവർ ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ്, ഓരോ പാർട്സും നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അപ്പം ഇവിടുത്തെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഇവിടെ നമ്മൾ ഒരു ഡ്രിവൺ ഷാഫ്റ്റിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഡ്രൈവർ ഷാഫ്റ്റിനെയും ഡ്രിവൺ ഷാഫ്റ്റിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു
ഫ്ലാഞ്ച് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഈ സാധനത്തിനെയാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലാഞ്ചിന്റെ കൂടെ ഉള്ള ഈ പോർഷനെ നമ്മൾ പറയുന്നത് അതിന്റെ ഹബ്ബ് എന്നാണ് പറയുന്നത്, ഹബ്ബ്. അപ്പം ഹബ്ബ്, ഫ്ലാഞ്ച്, ഇത് രണ്ടും കൂടെ ഒറ്റ പീസാണ്. ഫ്ലാഞ്ചും ഹബ്ബും ഒറ്റ പീസാണ്. അപ്പം ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യും, ഈ ഹബിന് ഈ പറയുന്ന ഫ്ലാഞ്ചിന് ഇതിനകത്തേക്കും കണക്ട് ചെയ്യും. എന്നിട്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ഉപയോഗിക്കും, ഒരു കീ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഹബിന് ഒരു ഡയമീറ്റർ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഫ്ലാഞ്ചിന് ഒരു ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ട്. ഈ ഫ്ലാഞ്ചിന് ഒരു തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് എത്രയാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടത്. അത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്, എന്താണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിലേക്കൂടെ നമ്മുടെ എന്ത് പോയിട്ടുണ്ട്, നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയമീറ്ററും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 3 തരത്തിലുള്ള ഡയമീറ്ററും തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ചും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം പ്രൊട്ടക്റ്റഡ് ടൈപ്പ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയോണം. എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നാളെ അസംബ്ലി നോക്കൂ, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ബോൾട്ട് ഉപയോഗിക്കുന്നു, കീ ഉപയോഗിക്കുന്നു, രണ്ട് സൈഡിൽ നിന്നും കീ ഉപയോഗിക്കുന്നു, നട്ടുകളിട്ട് ടൈറ്റ് ചെയ്യുന്നു. അപ്പൊ അതെന്തായി, പ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്സ് ആയി. സോറി, അൺപ്രൊട്ടക്റ്റഡ്. ഇത് അടുത്തത് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ആ വ്യത്യാസം ഇവിടെ മനസ്സിലാക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലാഞ്ച് കപ്ലിങ്സിനകത്ത് എന്തില്ലായിരുന്നു, ഇതേപോലെ ഒരു പ്രൊജക്ഷൻ ഇല്ലായിരുന്നു, ഇവിടെ നോക്കൂ, ഈ ബോൾട്ടുകളിലും ഈ പറയുന്ന നട്ട് ബോൾട്ട് വരുന്ന സമയത്ത് ഇത് എവിടെയാണ് നിൽക്കുക, ഇതിനകത്തായിരിക്കും നിൽക്കുന്നത്. ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് ഒരു പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ആനിമേഷനും കൂടി നോക്കൂ, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പ്രൊട്ടക്റ്റഡ്, അൺപ്രൊട്ടക്റ്റഡ് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ എന്തുണ്ട്, ഈ ഫ്ലാഞ്ചിനകത്ത് പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ, ബോൾട്ടുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ, നട്ട് ബോൾട്ട് അസംബ്ലിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡയമെൻഷൻ എല്ലാം സെയിം തന്നെയാണ്. ഫ്ലാഞ്ചിന്റെ തിക്നെസ് മാറുന്നേ ഉള്ളൂ. നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് ഇവിടെ അത് പഠിക്കാനില്ല. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ്. എന്താണ് മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്നുള്ളത് നിങ്ങൾ നോക്കിയോ, അതിന്റെ വ്യത്യാസവും മനസ്സിലാവും. അപ്പം ഇത് അൺപ്രൊട്ടക്റ്റഡ് തന്നെയാണ്. പക്ഷെ മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന നട്ട് ബോൾട്ടുകളും ഇതും തമ്മിൽ മനസ്സിലാവും. നേരത്തെ നട്ട് ബോൾട്ടുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഒരു ഹെഡ് ഇല്ലാത്ത ഒരു ടേപ്പേർഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മറൈൻ ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, എപ്പോഴും ഇവർ തമ്മിൽ ഷാഫ്റ്റും ഫ്ലാഞ്ചും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, അത് ഒരുമിച്ചുള്ള പീസായിരിക്കും. അപ്പൊ ഇതിനകത്ത് കീ ഉപയോഗിക്കത്തില്ല, ജസ്റ്റ് അവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ ബോൾട്ടുകൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പം നമുക്ക് പിന്നെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. എന്താണ് നമുക്ക് അതിനകത്തുള്ള ഡിസൈൻ എന്ന് നോക്കാം. അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ നോക്കാം. നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഹബ്ബ്. അപ്പം ഈ ഹബിന് ഒരു ഡയമീറ്റർ ഉണ്ട്. ആ ഹബിന്റെ ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ് എന്ന് പറയുന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × d ആണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ് 2d ആണ്. ഇതിന്റെ ഡയമീറ്റർ 2d ആണ്. ഇനി ലെങ്ത് ഓഫ് ദി ഹബ്ബ്, ഇവിടെ ലെങ്ത് ഉണ്ട്. ലെങ്ത് ഓഫ് ദി ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് അത് 1.5 × d ആണ്. 1.5 × d ആണ്. ഇനി പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പറയുന്ന ഇതാണ്, ഈ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു അത് 3d ആണ്. പിച്ച് സർക്കിൾ ഡയമീറ്റർ 3d ആണ്. ഇനി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഇതിന്റെ ഡയ വരും. ആ ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4d ആണ്. പിന്നീട് ഈ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ, ഈ ഫ്ലാഞ്ചിന് ഒരു തിക്നെസ് ഉണ്ട്, അത് TF ആണ്. തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് TF is equal to 0.5 ×
ഡി ആണ്. 0.5 ഇൻറ്റു ഡി ആണ്. അപ്പം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഒരു ഷാഫ്റ്റ്, അപ്പൊ ഷാഫ്റ്റിനെ തമ്മിൽ നേരത്തെ ആദ്യം തൊട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതാ പറഞ്ഞാൽ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ലീവ്, ഒരു ഹോളോ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു. അപ്പം ആ ഹോളോ സിലിണ്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഡയമീറ്റർ ഉണ്ട്, ഇതിനൊരു ലെങ്തും ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഒരു ഹബ്ബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യത്യാസം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നോക്കാം, ആദ്യം ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിന് മുകളിൽ ഒരു ഹബ് ഉണ്ട്, ഹബിന് മുകളിലാണ് ഏത് വരുന്നത്, ഫ്ലാഞ്ച് വരുന്നത്. അപ്പൊ ഡയമീറ്റർ നോക്കാം, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി, അത് നമുക്കറിയാം, ഷാഫ്റ്റ് ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വരുന്ന ഹബിന്റെ ഡയമീറ്റർ ആണ്. ഹബിന്റെ ഡയമീറ്റർ ഇസിക്കൽ ടു എത്ര വരും, അത് 2D ആണ്. 2D ആണ്. അത് മാറിയിട്ട് അടുത്ത പിച്ച് സർക്കിൾ ഡയമീറ്റർ ഉണ്ട്. പിച്ച് സർക്കിൾ ഡയമീറ്റർ വരുമ്പോഴത്തേക്ക് അതെന്താവും, 3D ആവും. അതിന്റെ മേളിലാണ് ഫ്ലാഞ്ച് വരുന്നത്, അത് എത്രയാവും, 4D ആണ്. ഇനി ആ ഫ്ലാഞ്ചിന്റെ ഒരു തിക്നെസ് ഉണ്ട്, അത് എത്രയാണ്, 0.5 ഇൻറ്റു ഡി ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് PSC നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ പറയുന്ന നമ്പർ ഓഫ് ബോൾട്ടുകളെ പറ്റിയിട്ടാണ്. എത്ര ബോൾട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ബോൾട്ടുകളുടെ എണ്ണം ഷാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഷാഫ്റ്റ് ഡയമീറ്റർ ഡി അപ് ടു 40 mm ആണെങ്കിൽ, 40 mm വരെയാണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ട് എത്രയാണ്, 3 ആണ്. നമ്പർ ഓഫ് ബോൾട്ട് 3 ആണ്. ഇനി ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി അപ് ടു 100 mm ആണെങ്കിൽ, അത് നമ്പർ ഓഫ് ബോൾട്ടുകളുടെ എണ്ണം 4 ആണ്. ഇനി ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി അപ് ടു 180 mm ആണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ടുകളുടെ എണ്ണം 6 ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പല എക്സാമിന്. ഈ ക്വസ്റ്റ്യൻ പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഷാഫ്റ്റ് കപ്ലിങ്സിനകത്ത് ഉപയോഗിക്കുന്ന ബോൾട്ടുകളുടെ എണ്ണം എത്രയാണ്, വേണ്ടി ഷാഫ്റ്റ് ഡയമീറ്റർ ഈസ് 100 mm. ഷാഫ്റ്റ് ഡയമീറ്റർ 100 mm ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലാഞ്ച് കപ്ലിങ്സിനകത്ത് അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലാഞ്ച് കപ്ലിങ്സിൽ എത്ര ബോൾട്ടുകൾ ഉപയോഗിക്കുന്നു, ആൻസർ എത്രയാണ്, 4. അതായത് ഷാഫ്റ്റിന്റെ ഇത് പഠിച്ചിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സാമിന് നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞാൽ, ഫ്ലാഞ്ച് കപ്ലിങ്സിനകത്ത് ബോൾട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഡി അപ് ടു 40 mm ആണെങ്കിൽ 3, ഡി അപ് ടു 100 mm ആണെങ്കിൽ 4, ഡി അപ് ടു 180 mm ആണെങ്കിൽ 6. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ കപ്ലിങ്സിന്റെ രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ഫ്ലെക്സിബിൾ കപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലെക്സിബിൾ കപ്ലിംഗ് എപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ് സോ ആസ് ടു പെർമിറ്റ് ആൻ ആക്സിയൽ മിസ്അലൈൻമെന്റ്. അപ്പം ആക്സിയൽ മിസ്അലൈൻമെന്റ് ഫ്ലെക്സ് പേര് തന്നെയാണ്. നമ്മുടെ റിജിഡ് കപ്ലിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പോഴും പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ തമ്മിലാണ് റിജിഡ് കപ്ലിങ്സ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ പെർമിറ്റ് ആൻഡ് ആക്സിയൽ മിസ്അലൈൻമെന്റ്, എപ്പോഴും ഒരു മിസ്അലൈൻമെന്റ് ഉള്ള ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്ലിങ്സ് ഉപയോഗിക്കുന്നത്. ആ ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിങ്സ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല, ടൈപ്സ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. പേര് തന്നെ ഉണ്ട്, അതിനകത്ത് ബുഷ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബുഷ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചെറിയ എന്തുണ്ട്, മിസ്അലൈൻമെന്റ് വന്നാലും ആ ബുഷ് പ്രസ് ആയി കൊടുത്തിട്ട് നമുക്ക് എന്താവാൻ പറ്റും, അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് റബ്ബർ ബുഷും പിന്നെ അതിന്റെ പുറത്തൊരു ബ്രാസിന്റെ ബുഷും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാര്യമായിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. നമുക്ക് അതിനകത്ത് ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്ത 2 കപ്ലിങ്സ് ആണ്. അതിനകത്ത് നിന്നാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ്. ഫ്ലെക്സിബിൾ കപ്ലിങ്സിലെ രണ്ടാമത്തെയാണ് ഓൾഡ് ഹാംസ് കപ്ലിങ്സ് എന്ന് പറയുന്നത്. ഓൾഡ് ഹാംസ് കപ്ലിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നോക്കൂ, it is used to join 2 shafts whose axes are parallel and some distance apart. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞ 3 കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ് പ്രസക്തി വരുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞ ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ കൊളീനിയർ. എന്താണ് കൊളീനിയർ ആയതെന്ന് പറഞ്ഞു. ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ ഇന്റർസെക്ടിങ്, രണ്ടാമത്തെ കേസ് പറഞ്ഞു. മൂന്നാമത്തെ കേസ് ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ parallel and a distance and some distance apart.
അപ്പം ഇവിടെ നോക്കിയാൽ മതി, രണ്ട് ഷാഫ്റ്റുകൾ, ഇതാണ് ഒരു ഷാഫ്റ്റ്, ഇത് നോക്കിയേ, ഇതൊരു ഷാഫ്റ്റ് ആണ്, ഇതൊരു ഡ്രൈവർ ഷാഫ്റ്റ് ആണെന്നിരിക്കട്ടെ, ഇതൊരു ഡ്രിവൺ ഷാഫ്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പം ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ആവുമ്പോൾ സമയത്ത് ഇവര് തമ്മിലുള്ള ആക്സിസ്, ഇതിന്റെ ആക്സിസ് ആയിട്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇതിന്റെ ആക്സിസ് ഇങ്ങനെ, അപ്പൊ ഇവർ തമ്മിൽ പാരലാണ്. പക്ഷെ എന്തുണ്ട്, ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. അവരെ തമ്മിൽ എങ്ങനെ ഒരു കപ്ലിങ്സ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യും? ആ കപ്ലിങ്സിന്റെ പേരാണ് ഓൾഡ്ഹാംസ് കപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞു, കപ്ലിങ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഫ്ലെക്സിബിൾ കപ്ലിങ്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കപ്ലിംഗ് അല്ലാത്തതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏതാണ് റിജിഡ് കപ്ലിങ്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ റിജിഡ് കപ്ലിങ്സ് അല്ലാത്ത എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ടൈപ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ റിജിഡ് കപ്ലിങ്സിനകത്ത് ടൈപ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏതൊക്കെയായിരുന്നു? സ്ലീവ് കപ്ലിംഗ്, അല്ലെങ്കിൽ സ്ലീവിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്പ്ലിറ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ്. മൂന്നാമതൊരു കപ്ലിങ്സും കൂടി അതിനകത്ത് പറഞ്ഞു, ഫ്ലാഞ്ച് കപ്ലിങ്സ്. അടുത്ത ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്താണ് ബുഷ്, പേര് തന്നെ ഉണ്ട്, ബുഷ് ഉപയോഗിച്ചിരിക്കും, അപ്പൊ അതൊരു ഫ്ലെക്സിബിൾ ആണ്. രണ്ടാമത്തത് ഓൾഡ്ഹാംസ് കപ്ലിംഗ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരെണ്ണം കൂടിയുണ്ട്, യൂണിവേഴ്സൽ കപ്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കൂടിയുണ്ട്. അപ്പം ഇതിന്റെ ആനിമേഷൻ നോക്കാം, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കാണാം. നോക്കൂ, ഇതിനകത്ത് ഓൾഡ്ഹാംസ് കപ്ലിംഗ് എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആനിമേഷൻ മുഖേന കാണാം. ഇവിടെ നോക്കൂ, ഒരു ഡ്രൈവർ ഷാഫ്റ്റ്, ഒരു ഡ്രിവൺ ഷാഫ്റ്റ് ഉണ്ട്, 2 ഫ്ലാഞ്ചുകളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലാഞ്ച് വെച്ചിട്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 ഷാഫ്റ്റുകളും പാരലാണ്, പക്ഷെ അവർ തമ്മിൽ എന്തുണ്ട്, ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ആ ഡിസ്റ്റൻസ് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് തമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആനിമേഷനിലൂടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കപ്ലിംഗ് ആണ്, ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്ത് വരുന്നതാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഹൂക്സ് കപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഹൂക്സ് കപ്ലിംഗ് എന്താണ് നമുക്ക്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ഇന്റർസെക്ട് അറ്റ് എ സ്മോൾ ആംഗിൾ. അപ്പം അങ്ങനെ വരുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ നോക്കി, ഒരു ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണ്, അടുത്ത ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണ്. അപ്പം ഈ ഷാഫ്റ്റിന്റെ ആക്സിസും ഈ ഷാഫ്റ്റിന്റെ ആക്സിസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർസെക്ടിങ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്ലിങ്സ് ആണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ, അല്ലെന്നുണ്ടെങ്കിൽ ഹൂക്സ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം കപ്ലിങ്സിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട, അതൊക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന രീതിയിൽ മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബേസിക് കൺസെപ്റ്റുകൾ, ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് കപ്ലിങ്സ് 2 തരമാണ്, ഒന്ന് റിജിഡ് കപ്ലിങ്സും രണ്ടാമത്തത് ഫ്ലെക്സിബിൾ കപ്ലിംഗുമാണ്. റിജിഡ് കപ്ലിങ്സിന്റെ ടൈപ്സ് പഠിച്ചു, അതിന്റെ ഡിസൈനിന്റെ കാര്യങ്ങൾ പഠിച്ചു, ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ടൈപ്സ് പഠിച്ചു. അപ്പം ആ ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്തുള്ള ടൈപ്സുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റിജിഡ് കപ്ലിങ്സിന്റെ ടൈപ്സുകളെ പറ്റിയിട്ടോ ആയിരിക്കും മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കാര്യങ്ങൾ നോക്കിയിരിക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കപ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കപ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് PSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ദി സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ഈസ് ഡിസൈൻഡ് ആസ് എ. അപ്പം നമ്മൾ പറഞ്ഞു, ആദ്യം കപ്ലിങ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ടൈപ്സ് കപ്ലിങ്ങിനകത്ത് 2 ടൈപ്പ് കപ്ലിംഗ് നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. ഒന്നാമത്തത് ഏതൊക്കെയാണ്? റിജിഡ് കപ്ലിങ്ങും രണ്ടാമത്തത് ഫ്ലെക്സിബിൾ കപ്ലിങ്ങുമാണ്. ആ റിജിഡ് കപ്ലിങ്സിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. റിജിഡ് കപ്ലിങ്സിൽ ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ എഴുതി. ആ 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഏതായിരുന്നു? സ്ലീവ് ഓർ മഫ് കപ്ലിങ്, സ്ലീവ് ഓർ മഫ് കപ്ലിങ്. രണ്ടാമത്തെ ആയിരുന്നു ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് മഫ് ഓർ അതിന് വേറൊന്ന് നമ്മൾ പേര് പറഞ്ഞിരുന്നു, ഏതാണ്? കംപ്രഷൻ കപ്ലിങ്, സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിങ്. മൂന്നാമത് ഒരു ക്ലാസിഫിക്കേഷൻ കൂടി പറഞ്ഞു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ഏതാണ്? മൂന്നാമത്തത് ഫ്ലാഞ്ച് കപ്ലിങ്. ഫ്ലാഞ്ച് കപ്ലിങ്സിന്റെ വീണ്ടും ടൈപ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റൻ ആണ്, ഓക്കെ, സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ഈസ് ഡിസൈൻഡ് ആസ് എ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, സ്ലീവ് അല്ലെങ്കിൽ മഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാ? ഒരു ഹോളോ സിലിണ്ടർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട്, 2 ഷാഫ്റ്റുകളാണ്. ആ 2 ഷാഫ്റ്റുകളെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഒരു സ്ലീവ് ഉപയോഗിച്ചിട്ട്. സ്ലീവ് എന്താ? ഒരു ഹോളോ സിലിണ്ടർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹോളോ സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ഫ്ലാഞ്ച് കപ്ലിംഗ് ദി ഫ്ലാഞ്ചസ് ആർ കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് എ.
അപ്പൊ ഫ്ലാഞ്ച് കപ്ലിങ്സ് നമ്മൾ പഠിച്ചിരുന്നു. എന്താ ഫ്ലാഞ്ച് കപ്ലിങ്സ് എന്ന് പറയുമ്പോൾ ആ കപ്ലിങ്സിനെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, രണ്ട് ഫ്ലാഞ്ച് രണ്ട് സൈഡിലും ഫ്ലാഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫ്ലാഞ്ചുകൾക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എന്താ ഉപയോഗിച്ചിട്ടാ, നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടല്ലേ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയേ, ബോൾട്ട് ആൻഡ് നട്ട്, സ്റ്റഡ്, ഹെഡ്ലെസ് ടേപ്പർ ബോൾട്ട്, നൺ ഓഫ് ദീസ്. ഏത് ഓപ്ഷനിനകത്ത് വരുന്ന, ബോൾട്ട് ആൻഡ് നട്ടാണ്. ഇതാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്, ബോൾട്ട് ആൻഡ് നട്ടാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ യൂണിവേഴ്സൽ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്. യൂണിവേഴ്സൽ കപ്ലിംഗ് ഏത് തരത്തിലുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനാണ്? അപ്പം ഷാഫ്റ്റ് നാം കപ്ലിംഗ് പഠിപ്പിച്ചപ്പോൾ മൂന്ന് തരത്തിലുള്ള ഒരു കാര്യം, മൂന്ന് പോയിന്റ്സുകൾ ആദ്യമേ പറഞ്ഞിരുന്നു. അതായത് ഷാഫ്റ്റുകള് എങ്ങനെയൊക്കെ ആയിരുന്നാൽ നമുക്ക് കപ്ലിങ്സ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഷാഫ്റ്റിന് മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാ? ഒന്ന്, ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്സ് ആർ എങ്ങനെയാണ്, കൊളീനിയർ ആണ്. ഷാഫ്റ്റിന്റെ ആക്സിസ് കൊളീനിയർ എന്നുള്ള കേസ് പറഞ്ഞിരുന്നു. രണ്ടാമതൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്സ് ആർ ഇന്റർസെക്ടിങ് ആയിട്ടുള്ള ഷാഫ്റ്റുകൾ. മൂന്നാമത്തെ പറഞ്ഞു പാരലൽ ഷാഫ്റ്റ് ആണ്. അതായത് ആക്സിസ് രണ്ട് ഷാഫ്റ്റുകളും പാരലാണ്, പക്ഷെ അവർ തമ്മിൽ എന്തുണ്ട്, ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ യൂണിവേഴ്സൽ കപ്ലിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഹൂക്സ് കപ്ലിംഗ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കിയേ, വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആണോ? അല്ല. കാരണം എന്താ, പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകൾ നമ്മൾ ഏത് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്? ഏത് ഉപയോഗിച്ചിട്ടാണ്? റിജിഡ് കപ്ലിങ്സിനകത്താണ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പം വിച്ച് ആർ നോട്ട് ഇൻ ആൻ എക്സാക്ട് അലൈൻമെന്റ് ഇല്ലാത്ത കപ്ലിങ്ങുകളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അടുത്ത അതാണോ? അടുത്ത മൂന്നാമത് എന്താ, വിച്ച് ഹാസ് ലാറ്ററൽ മിസ്അലൈൻമെന്റ് ഉള്ളതാണോ? ലാറ്ററൽ മിസ്അലൈൻമെന്റ് ഉള്ളതിന് ഏതായിരുന്നു? നമ്മൾ ഓൾഡ് ഹാംസ് കപ്ലിങ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നു പറഞ്ഞു. പിന്നെന്താ പിന്നത്തെ കേസ് പറഞ്ഞ എന്താ, നാലാമത്തെ കേസ് പറഞ്ഞ എന്താ, ഹൂസ് ആക്സസ് ആർ ഇന്റർസെക്ട് അറ്റ് എ സ്മാൾ ആംഗിൾ. യെസ്, എന്താണ്, ഒരു ഷാഫ്റ്റ് ഇങ്ങനെയും കണക്ട് ചെയ്തിരുന്നു. അപ്പൊ അതാണ് യൂണിവേഴ്സൽ കപ്ലിംഗ്. ആ യൂണിവേഴ്സൽ കപ്ലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഹൂക്സ് ജോയിന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഹൂസ് ആക്സസ് ഇന്റർസെക്ട് അറ്റ് എ സ്മാൾ ആംഗിളിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഷാഫ്റ്റ് കപ്ലിംഗ് എന്തായിരിക്കണമെന്ന് പറഞ്ഞിരിക്കും? ഷുഡ് ടു ബി ഈസി കണക്ട് ഓർ ഡിസ്കണക്ട് ആയിരിക്കണം, ട്രാൻസ്മിറ്റ് ഫുൾ പവർ ഓഫ് ദി ഷാഫ്റ്റ് ഉണ്ടായിരിക്കണം, ഹോൾഡ് ദി ഷാഫ്റ്റ് ഇൻ എ പെർഫെക്റ്റ് അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. അടുത്ത നാലാമത്തത് ഓൾ ഓഫ് ദീസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷാഫ്റ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റണം, പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ പെർഫെക്റ്റ് അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. ഇതും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് വിച്ച് ഹാവ് ബോത്ത് ലാറ്ററൽ ആൻഡ് ആംഗുലാർ മിസ്അലൈൻമെന്റ്? ലാറ്ററൽ മിസ്അലൈൻമെന്റും ആംഗുലാർ മിസ്അലൈൻമെന്റും ഉള്ള ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഏത് ഉപയോഗിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം രണ്ട് ഫ്ലെക്സിബിൾ കപ്ലിങ്സ്. അപ്പൊ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഏതാണോ അതായിരിക്കണം സ്വാഭാവികമായിട്ട് എന്ത്, ലാറ്ററൽ മിസ്അലൈൻമെന്റോ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻമെന്റോ ഉള്ളതിന്. അപ്പൊ ഫ്ലെക്സിബിൾ കപ്ലിങ്സിനകത്ത് ബുഷ്ഡ് പിൻ കപ്ലിംഗ് ഫ്ലെക്സിബിൾ ടൈപ്പിന്റെ ഒരു ടൈപ്പാണ്, യൂണിവേഴ്സൽ കപ്ലിംഗ് അടുത്ത ഒരു ടൈപ്പാണ്, ഓൾഡ് ഹാംസ് കപ്ലിംഗ് അടുത്ത ഒരു ടൈപ്പാണ്. അപ്പം ഓൾ ഓഫ് ദീസ്. അപ്പം ഈ ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ ഡി ആണ് അതിനകത്ത് ആൻസർ വരുന്നത്. എങ്ങനെയാണ്? അപ്പം ആംഗുലാർ മിസ്അലൈൻമെന്റോ ലാറ്ററൽ മിസ്അലൈൻമെന്റോ ഉള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. ഈ മൂന്നെണ്ണവും ഏതിന്റെ ഗണത്തിൽ വരുന്നതാണ്? ഫ്ലെക്സിബിൾ കപ്ലിംഗ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫ്ലാഞ്ച് കപ്ലിംഗ്സ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ്. ഒരു ഫ്ലാഞ്ച് കപ്ലിംഗ് കണക്ട് ചെയ്യുന്ന ഏത് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ? ടു ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന്? വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്, വിച്ച് ആർ നോട്ട് ഇൻ എക്സാക്ട് അലൈൻമെന്റ്, ഹാവ് ലാറ്ററൽ മിസ്അലൈൻമെന്റ്, ഹൂസ് ആക്സിസ് ഇന്റർസെക്ട് അറ്റ് സ്മോൾ ആംഗിൾ. അപ്പൊ ഓപ്ഷൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആക്സിസ് ഇന്റർസെക്ട് അറ്റ് എ സ്മോൾ ആംഗിൾ അല്ല, കാരണം അത് യൂണിവേഴ്സൽ കപ്ലിംഗ് ആണ്. നോട്ട് ഇൻ എക്സാക്ട് അലൈൻമെന്റ്, അപ്പൊ അത് നമ്മുടെ ബുഷ്ഡ് പിന്നിനകത്താണ് വരുന്നത്. ഹാവ് ലാറ്ററൽ മിസ്അലൈൻമെന്റ്, അത് നമ്മുടെ ഓൾഡ് ഹാംസ് കപ്ലിംഗ് ആണ്. അപ്പം പിന്നെ ഏതാണ് പെർഫെക്റ്റ്ലി ഫ്ലാഞ്ച് കപ്ലിംഗ് യൂസ്ഡ്? എന്താണ്? പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. പെർഫെക്റ്റ്ലി ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റ് ഈസ്. എക്സാമ്പിൾ നോക്കും. മഫ് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, ഓൾ ഓഫ് ദീസ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആൻസർ. കാരണം എന്താ, ഈ പറയുന്ന എല്ലാ കപ്ലിങ്ങുകളും ഇതിന്റെ എക്സാമ്പിളുകളാണ്. ഇതിന്റെയാണ് നമ്മുടെ റിജിഡ് കപ്ലിങ്സിന്റെ എക്സാമ്പിളുകളാണ്. അപ്പൊ റിജിഡ് കപ്ലിങ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? റിജിഡ് കപ്ലിങ്സ് എന്തിനാ? പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളാണ്. അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം തിരിഞ്ഞു മറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ പോയിന്റുകൾ മാത്രം നമ്മൾ പഠിപ്പിച്ചാൽ മതി. പെർഫെക്റ്റ്ലി അലൈൻഡ് ഏത്?
നമ്മുടെ റിജിഡ് കപ്ലിങ്സ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്താ അവിടെ ഒരു ആംഗുലർ മിസ്അലൈൻമെന്റോ ലാറ്ററൽ മിസ്അലൈൻമെന്റോ ഉള്ളതാണ് അർത്ഥം. അപ്പം പിന്നെ ടൈപ്സുകൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫ്ലെക്സിബിൾ കപ്ലിംഗ്? അപ്പൊ അതിന്റെ ആൻസർ എന്താ? മഫ് ആണോ, മറൈൻ കപ്ലിംഗ്സ് ആണോ, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്സ് ആണോ, ഓൾഡ്ഹാംസ് കപ്ലിംഗ്സ് ആണോ? ഏതാ ഇതിനകത്തുള്ള ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ്? മഫും മറൈൻ കപ്ലിംഗ്സും പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്സ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ് റിജിഡ് കപ്ലിംഗ്സ് വരുന്നത്. അപ്പം പിന്നെ നേരത്തെ അത് മാത്രമേ ഉള്ള ആൻസർ ഓൾഡ്ഹാംസ് കപ്ലിംഗേ ഉള്ളൂ. അപ്പം ഇതും 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 എന്താണ്? തെറ്റാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ ആൻസർ? ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഫ്ലെക്സിബിൾ കപ്ലിംഗ്സിന് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ. വിച്ച് ബോൾട്ട് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ എ മറൈൻ ഷാഫ്റ്റ് കപ്ലിംഗ്? അപ്പൊ നമ്മൾ ആ ആനിമേഷനകത്ത് കണ്ടായിരുന്നു ഫ്ലാഞ്ച് കപ്ലിംഗ്സിന്റെ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാ? പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്സ്, മൂന്നാമത്തെ ഏതാ പറഞ്ഞത് നമ്മള്? മൂന്നാമത്തെ ഒരെണ്ണം കൂടി പറഞ്ഞിരുന്നു, അതാണ് മറൈൻ ഫ്ലാഞ്ച് കപ്ലിംഗ്സ്. മറൈൻ ഫ്ലാഞ്ച് കപ്ലിംഗ്സ് ഞാൻ അന്നേരം പറഞ്ഞു, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ബോൾട്ടുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ആ ബോൾട്ടുകൾ എന്ന് പറയുന്നത് ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട് ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ഇത് തെറ്റാണ്, സെക്കൻഡ് തെറ്റാണ്, ഇതാണ്. അപ്പൊ ഏതാ ആൻസർ? ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട് ആണ്. അപ്പൊ ആ ആനിമേഷൻ കൃത്യമായിട്ട് അതൊന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആനിമേഷൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് മറൈൻ ഫ്ലാഞ്ച് കപ്ലിംഗ്സിനകത്ത് ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട് ആണെന്ന്. അപ്പം പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? നട്ട് ബോൾട്ടിന്റെ പുറത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അൺപ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ഡിസൈനിങ് എ സ്ലീവ് കപ്ലിംഗ്, ഒരു സ്ലീവ് കപ്ലിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡയമീറ്റർ, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി ആണെന്നിരിക്കട്ടെ എങ്കിൽ ദെൻ ദ ഡയമീറ്റർ ഓഫ് ദ സ്ലീവ് ഈസ് ടേക്കൺ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാ? നമ്മുടെ ഒരു സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സിലിണ്ടർ ആണ്. അപ്പൊ ഈ ഹോളോ സിലിണ്ടറിന് എന്തുണ്ട്? ഒരു ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ട്, പിന്നെ ഇതുണ്ട് ആ സ്ലീവിന് ഒരു ലെങ്ത് ഉണ്ട്. അപ്പം ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയാണ്? ഔട്ട്സൈഡ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിരുന്നു. ആൻസർ ഓർമ്മയുണ്ടോ? D + 17 ആണോ? അല്ല. 2D + 20 അല്ല. 3.5D അല്ല. പകരം ഏതാണ്? 2D + 13 mm ആണ്. അപ്പം ആൻസർ 2D + 13 mm ആണ്. എന്താണ് 3.5D എന്ന് പറഞ്ഞാൽ? അത് സ്ലീവിന്റെ ലെങ്ത് ആണ് 3.5D. അപ്പം ആൻസർ ഇവിടെ 2D + 13 mm ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻസ്. ഹൂക്സ് ജോയിന്റ് ഈസ് ആൾസോ കാൾഡ്. ഹൂക്സ് ജോയിന്റിനെ നമ്മൾ വേറൊരു പേര് പറയും, അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂക്സ് ജോയിന്റിനെ നമ്മൾ പറഞ്ഞ ക്വാർട്ടർ ജോയിന്റ് ആണോ? അല്ല. ഓൾഡ്ഹാംസ് കപ്ലിംഗ്സ് ആണോ? അല്ല. മഫ് കപ്ലിംഗ് ആണോ? അല്ല. പിന്നെ ഏതാണ്? യൂണിവേഴ്സൽ ജോയിന്റ്. ഹൂക്സ് ജോയിന്റിന് നമ്മൾ വേറെ പേരാണ് യൂണിവേഴ്സൽ ജോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഇൻ എ ഫ്ലാഞ്ച് കപ്ലിംഗ് വെൻ ദ ഷാഫ്റ്റ് ഡയമീറ്റർ ഈസ് 100 mm. ഷാഫ്റ്റ് ഡയമീറ്റർ 100 mm ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ബോൾട്ട്, ഫ്ലാഞ്ച് കപ്ലിംഗ്സിനകത്ത് എത്ര ബോൾട്ട്? ഞാൻ പറഞ്ഞു PSC ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 100 mm. അപ്പം നമ്മൾ പഠിച്ചു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അപ് ടു 40 mm ആണെന്നുണ്ടെങ്കിൽ, 40 mm ആണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ടുകളുടെ എണ്ണം 3 ആയിരുന്നു. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അപ് ടു 100 mm ആണെങ്കിൽ അത് എത്രയായിരുന്നു? 6 ആയിരുന്നു. അപ് ടു 180 mm ആയിരുന്നെന്നുണ്ടെങ്കിൽ അത് ഇവിടെ 100 mm ആണെന്നുണ്ടെങ്കിൽ 3 കഴിഞ്ഞ് അത് 4 ആണ്. അപ് ടു 180 mm ആണെങ്കിൽ അത് എത്രയാണ്? 6 ആണ്. അപ്പം ഇവിടുത്തെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമുക്ക് എത്രയാ? 100 mm ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ എത്രയാണ്? 4 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിച്ചിരിക്കേണ്ടതാണ്, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 40 വരെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ടുകളുടെ എണ്ണം 3, 100 വരെയാണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ടുകളുടെ എണ്ണം 4, അപ് ടു 180, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 180 വരെയാണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ട് 6. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്.